ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് റിയേഷൻ ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റീലാണ് നിങ്ങൾ ഇപ്പൊ ആദ്യം ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ള ഒരു വീഡിയോ. അപ്പൊ ആ ഒരു വീഡിയോത്തെ മ്യൂസിക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ARM എന്നുള്ള ഒരു മൂവിത്തെ മ്യൂസിക് ആണ്. അപ്പൊ ആ മ്യൂസിക് ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വളരെയധികം ട്രെൻഡിങ് ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് റിയേഷൻ ചെയ്യുന്നത് പറയുന്നത് ആ ഒരു മ്യൂസിക് വെച്ചുള്ള ഒരു റീലിന്റെ ട്യൂട്ടോറിയലാണ്. അപ്പൊ ആ ഒരു റീലാണ് നിങ്ങൾക്ക് അവിടെ തുടക്കത്തിൽ കാണിച്ചു തന്നുള്ളത്. അപ്പൊ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ആ ഒരു വീഡിയോ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഞാൻ പറഞ്ഞ മെത്തേഡ്സ് കാര്യം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് വെച്ച് ഇതേപോലെ റീൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ട്യൂട്ടോറിയലിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഇതേപോലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ആണ് നമ്മൾ കൂടുതലായി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുക. അപ്പൊ കൂടുതലായിട്ട് ലാഗ് അടിപ്പിക്കണില്ല, നേരെ വീഡിയോ കിടക്കാം. അപ്പൊ ഗൈസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോണ ഈ ഒരു ARM എന്നുള്ള മ്യൂസിക് വെച്ചുള്ള റീല് ഞാനിവിടെ എഡിറ്റ് ചെയ്യുന്നത് CapCut ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ഞാനിവിടെ CapCut ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടത് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാനിത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വർക്കാണിത്. അപ്പോൾ ആ ഒരു വർക്ക് എന്നാണ് നിങ്ങൾക്ക് ഇതെങ്ങനെ മേക്ക് ചെയ്യാമെന്ന് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഓൾറെഡി സെറ്റ് ചെയ്തതുകൊണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ക്ലിപ്സ് ആഡ് ചെയ്യലാണ്. അപ്പോൾ ക്ലിപ്സ് എത്ര ക്ലിപ്സ് ആണ് ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതാ 1 2 3 4 5 6 7. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ മേക്ക് ചെയ്യാൻ 7 വീഡിയോ ക്ലിപ്സ് ആണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ CapCutക്ക് 7 വീഡിയോ ക്ലിപ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴത്തെ റേഷ്യോ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോന്റെ ആസ്പെക്ട് റേഷ്യോ സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്തത് 9:16 റേഷ്യോയിലുള്ള ക്ലിപ്സുകളാണ്. അപ്പോൾ ഞാനിവിടെ 9:16 റേഷ്യോ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓഡിയോ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓഡിയോ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓഡിയോ ആയിട്ടല്ല വീഡിയോ ആയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് എക്സ്ട്രാക്ട് ഫ്രം വീഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളത് ഓഡിയോയിലേക്ക് മാറ്റിയാൽ മതി. അപ്പം ഓഡിയോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് പറയുന്നത് പിന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ക്ലിപ്സുകൾക്ക് ഡ്യൂറേഷൻ സെറ്റ് ചെയ്യലാണ്. അപ്പം അതിന് മുമ്പേ നിങ്ങൾ ക്ലിപ്സിലേക്ക് നിങ്ങൾ അവിടെ സ്ലോമോ കാര്യങ്ങളൊക്കെ അവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്ലോമോ ചെയ്യാൻ വേണ്ടി വീഡിയോ സെലക്ട് ചെയ്തിട്ട് സ്പീഡ് പോയിക്കാൻ നോർമൽ കർവ് 2 ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് വീഡിയോക്ക് സ്ലോമോ കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ആഡ് ചെയ്തിട്ട് ക്ലിപ്സുകൾക്കൊക്കെ നിങ്ങൾ സ്ലോമോ കാര്യങ്ങളൊക്കെ കൊടുക്കുക. സ്ലോമോ കൊടുത്തതിന് ശേഷമാണ് പിന്നെ അടുത്തത് നമ്മൾ മ്യൂസിക്കിനനുസരിച്ചിട്ട് വീഡിയോസിന്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യാൻ പോവുക. അപ്പോൾ ഡ്യൂറേഷൻ പറയുന്നത് ഒന്നാമത്തെ വീഡിയോക്ക് 3.8, രണ്ടാമത്തെ വീഡിയോക്ക് 3.9, പിന്നെ മൂന്നാമത്തെ വീഡിയോക്ക് 3 സെക്കൻഡ്, നാലാമത്തെ വീഡിയോക്ക് 2.8 സെക്കൻഡ്, അഞ്ചാമത്തെ വീഡിയോക്ക് 2.5 സെക്കൻഡ്, ആറാമത്തെ വീഡിയോക്ക് 3.7 സെക്കൻഡ്, പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ 7.4 സെക്കൻഡ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ 7.4 സെക്കൻഡ് ഒന്നുകൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗത്തേക്ക് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ക്ലിപ്പ് കൂടി കൂട്ടാം. അപ്പോൾ ഞാൻ ഇവിടെ ഒറ്റ ഒരു വീഡിയോക്ക് മാറ്റിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വീഡിയോസിന്റെ ഡ്യൂറേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ മനസ്സിലായി ഉണ്ടാവും. പിന്നെ അടുത്തത് ഇനി ഈ ഒരു ഫസ്റ്റത്തെ ഈ ഒരു ക്ലിപ്പിന്റെ ഇതേ അളവിൽ നമ്മൾ ഒരു ദ സോൾ ഓഫ് ARM എന്നുള്ള ടെക്സ്റ്റും പിന്നെ അതിന്റെ അടിയിൽ അങ്ങ് വാണക്കോണില് എന്നുള്ള ഒരു മലയാളം ടെക്സ്റ്റും ഇവിടെ എഴുതി കൊടുക്കണം. അപ്പൊ ടെക്സ്റ്റ് എങ്ങനെ എഴുതാന്ന് പറഞ്ഞുതരാം. അപ്പൊ ടെക്സ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റ് എഴുതി കൊടുത്തതാണ്. അപ്പൊ ഈ ARM എന്നുള്ള ടെക്സ്റ്റിന്റെ ഫോണ്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ CapCutത്തെ ഫോണ്ട് അല്ല, ഇത് ഞാൻ പുറത്തുനിന്ന് നിങ്ങൾക്ക് ഫോണ്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്തതാണ്. അപ്പൊ ഈ ഒരു ഫോണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഫോണ്ട് ഇനി CapCutലേക്ക് എങ്ങനെ ആഡ് ചെയ്യാന്ന് കാണിച്ചു തരാം. അപ്പൊ CapCutക്ക് ഫോണ്ട് ആഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് സ്റ്റൈലിൽ പോവുക, ഫോണ്ട് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് സൈഡിൽ ഒരു പ്ലസ് ബട്ടൺ. ആ ഒരു പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ഇതിലേക്ക് ഫോണ്ട് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഈ ആഡ് ഫോണ്ടിന്റെ ഇവിടെ ഇങ്ങനെ ഇതൊക്കെ ഇപ്പൊ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ള ഫോണ്ട്സ് ആണ്. അപ്പൊ നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഫോണ്ട് അവിടെ വരും. അപ്പൊ നിങ്ങൾ ആ ഫോണ്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ഫോണ്ടിന് അടുത്തത് പറയുമ്പോൾ കളറാണ്. കളറ് സ്റ്റൈലിൽ പോവുക. കളറിൽ ഞാൻ ഇവിടെ യൂസ് ചെയ്ത കളർ ഒരു ക്രീം കളറാണ്. അപ്പൊ നിങ്ങൾ ഇതേപോലത്തെ ഒരു കളർ യൂസ് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഞാൻ യെല്ലോ കളറിന് ഈ ഒരു പോർഷൻ നിന്നാണ് ഞാൻ ആ ക്രീം എടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ അടുത്തത് ഷേഡോ സെലക്ട് ചെയ്യുക. ഷേഡോസിന് ഞാൻ റെഡിഷ് കളറാണ് കൊടുത്തിട്ടുള്ളത്, ഒരു ബ്രൗൺ ഒക്കെ ടൈപ്പ് ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇതേപോലെ ഷേഡോക്കും ഇതേപോലെ ഈ ഒരു ഓപ്ഷന് ഒരു റെഡിഷ് കളർ കൊടുക്കുക. കണ്ട ഈ ഒരു ഭാഗത്ത് നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഷേഡോ അങ്ങനെ കൊടുത്തതിന് കറക്റ്റ് നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് അവിടെ കിട്ടും. എന്നിട്ട് പിന്നെ നിങ്ങൾ ആ ടെക്സ്റ്റിനെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ആ ടെക്സ്റ്റ് അടുത്ത ടെക്സ്റ്റ് ആക്കിയിട്ട് ദ സൗൾ ഓഫ് എന്ന് നിങ്ങൾ റീനെയിം ചെയ്ത് കൊടുക്കുക. ഈ ഒരു പോർഷനിൽ റീനെയിം ചെയ്തിട്ട് ഫോണ്ട് പോവുക. ഫോണ്ടിൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഫോണ്ടാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഈ റിസോൾവിനെ നേരെ പുറത്ത് കിടക്കണം ഇത്. എന്നിട്ട് കറക്റ്റ് ആയിട്ട് ആ ടെക്സ്റ്റ് ആ ARMന്റെ മേലെ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ അതേപോലെ വീണ്ടും നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ടുള്ളത് മലയാളത്തിൽ അങ്ങ് വാണക്കോണില് എന്ന് അവിടെ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ ഒരു മലയാളത്തിൽ എങ്ങനെ ഇപ്പൊ ഞാനിവിടെ ഒരു കറക്റ്റ് ആയിട്ട് എങ്ങനെ മലയാളത്തിന് നല്ല അടിപൊളി ഫോണ്ടൊക്കെ ആഡ് ചെയ്തിട്ട് എങ്ങനെ ഈ ഒരു CapCutൽ മലയാളം ടൈപ്പ് ചെയ്ത് എന്നുള്ളത് ഞങ്ങൾക്ക് അടുത്ത മെത്തേഡിൽ പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ഇപ്പൊ നമ്മുടെ ഫസ്റ്റിൽ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. പിന്നെ ഈ ടെക്സ്റ്റിന്റെ ഈ തുടക്കത്തിലാണ് ഇങ്ങനെ ഒരു ബ്ലിങ്ക് ആയിട്ടുള്ള ചെറിയൊരു ആനിമേഷൻ, അത് എങ്ങനെ കൊടുക്കാന്ന് പറഞ്ഞുതരാം. ടെക്സ്റ്റ് പോവുക, സ്റ്റൈലിൽ പോവുക, ആനിമേഷൻ സെലക്ട് ചെയ്യുക.
ആനിമേഷൻ സെലക്ട് ചെയ്തിട്ട് അതിലെ ഇന്നിൽ തന്നെ കുറച്ചുകൂടി അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഷൈനിങ് ഇൻറ്റു എന്നുള്ള ഒരു ആനിമേഷൻ എഫക്റ്റ്. അത് നിങ്ങൾ ആഡ് ചെയ്തിട്ട് അതിന് താഴത്തെ അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ ഒരു സെക്കൻഡ് ആക്കി കൊടുത്താൽ മതി. അതേപോലെ നിങ്ങൾ എല്ലാത്തിനും ഇതേപോലെ ഒരു സെക്കൻഡിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഈ ഒരു ഫസ്റ്റത്തെ ടെക്സ്റ്റ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കിട്ടും. പിന്നെ ഇവിടെ നമ്മൾ ബാക്കിയുള്ള ടെക്സ്റ്റ് കറക്റ്റ് ആയിട്ട് ആ മ്യൂസിക്കിന്റെ ഓരോ ലിറിക്കും നമ്മൾ കറക്റ്റ് ആയിട്ട് ഇതിലേക്ക് ഇങ്ങനെ ടെക്സ്റ്റ് കറക്റ്റ് ഓർഡർ ആയിട്ട് ഇതേപോലെ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇനി ഞാൻ എങ്ങനെ നിങ്ങൾക്ക് ടെക്സ്റ്റ് മലയാളം ടെക്സ്റ്റ് ക്യാപ്കട്ട് എങ്ങനെ സെറ്റ് ചെയ്യാൻ പറഞ്ഞുതരാം. അപ്പൊ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പൊ സാധാരണ ഇനി നിങ്ങൾ മലയാളം ടെക്സ്റ്റ് എഴുതുക, ആഡ് ടെക്സ്റ്റ് പോവുക, ഇതിൽ നിങ്ങൾ പോയിട്ട് നേരെ പേസ്റ്റ് ചെയ്യുക കാര്യം ചെയ്യുക. ഇപ്പൊ കുഞ്ഞിളം വാവേ എന്നാണ് ഫസ്റ്റത്തെ അടുത്ത വരുന്ന ടെക്സ്റ്റ്, അതാണ് ഞാൻ ഇവിടെ എഴുതി കൊടുത്തുള്ളത് കേട്ടോ. അവർ കുഞ്ഞിളം വാവേ എന്ന് നമ്മളിവിടെ എഴുതി കൊടുക്കുമ്പോൾ കണ്ടല്ലോ അതിന്റെ ഇടയിൽ കുറെ വട്ടപൂജ്യങ്ങളൊക്കെ കാണാം. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് ആ മലയാളം ഈ ക്യാപ്കട്ടിൽ വർക്കിംഗ് ആവില്ല. അപ്പൊ അതിനായിട്ട് നമ്മൾ വേറെ മെത്തഡാ യൂസ് ചെയ്യുക. ക്രോമിൽ പോവുക, ക്രോമിൽ നിങ്ങൾ കോഡ് FML എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ കോഡ് FML എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റ് കിട്ടും. അതിൽ ഏറ്റവും മേലത്തെ ബോക്സിൽ നിങ്ങൾ കറക്റ്റ് മലയാളം എന്താ നിങ്ങൾക്ക് അവിടെ എഴുതിച്ചാൽ മലയാളം അവിടെ എഴുതി കൊടുക്കുക. താഴായിട്ട് കുറച്ച് വായിക്കാൻ തിരിയാത്ത പോലെ കുറച്ച് അക്കങ്ങൾ കാണിക്കും, അക്ഷരങ്ങൾ. അത് നിങ്ങൾ ഇവിടുത്തെ കോപ്പി സെലക്ട് ചെയ്തിട്ട് നേരെ നമ്മുടെ ക്യാപ്കട്ടിലേക്ക് വരിക, ആഡ് ടെക്സ്റ്റ് പോവുക, എന്നിട്ട് നിങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ഫോണ്ട് പോയിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു മലയാളം ഫോണ്ട് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ കാണിച്ചു തരാം. അതാ ഇപ്പൊ കണ്ടോ ആ മലയാളം ഫോണ്ട് അവിടെ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ഇപ്പോൾ അവിടെ കറക്റ്റ് ആയിട്ട് വന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ക്യാപ്കട്ടിൽ മലയാളത്തിൽ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായി ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് മലയാളത്തിൽ ഇപ്പൊ ഞാനിവിടെ ഫോൺ അപ്പോൾ ഇതിൽ വെറും ടെക്സ്റ്റ് മാത്രം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കാര്യമില്ല, നമ്മൾ മലയാളം ഫോണ്ട് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാൻ എൻ്റെ കുറച്ച് ഒരു 1000 അടുത്തേക്ക് മലയാളം ഫോൺസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ഉണ്ട്, PC യിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതൊക്കെ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട് വെച്ചാൽ ചെറിയ റേറ്റ് ഉള്ളൂ, ഞാൻ ഇവിടെ ചെറിയ റേറ്റിന് മലയാളം ഫോൺ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വാട്സപ്പിന്റെ നമ്പർ. അപ്പോൾ ഇനി നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താലും മതി, മലയാളം ഫോൺസ് ഡൗൺലോഡ് സെർച്ച് ചെയ്ത് നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്താൽ മതി. എന്നിട്ട് പിന്നെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓരോ പാട്ടത്തെ ഓരോ വരിക്കനുസരിച്ച് നിങ്ങൾ ഇങ്ങനെ ഓരോ വരിക്ക് ഇതേപോലെ അറേഞ്ച് ചെയ്തിട്ട് അതിന് സ്റ്റാർട്ട് ചെയ്ത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു പോർഷനിൽ മലയാളത്തിൽ ടെക്സ്റ്റ് എഴുതി കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇനി മലയാളം ടെക്സ്റ്റ് ചെയ്താൽ മടി ഉണ്ടെങ്കിൽ ആ ഒരു മടിയിൽ ഒരു ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഓവർലേ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഞാനൊരു ടെക്സ്റ്റിന്റെ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആഡ് ഓവർ സെലക്ട് ചെയ്തിട്ട് ആ ഒരു ടെംപ്ലേറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ലോഡ് ആവുന്നത് ആ ഒരു ടെംപ്ലേറ്റ് ആണ്. അപ്പൊ ആ ടെംപ്ലേറ്റ് എങ്ങനെ ഇതൊക്കെ യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ടെംപ്ലേറ്റ് ആണ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം അത് നിങ്ങളുടെ വീഡിയോന്റെ സ്റ്റാർട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് കണ്ടല്ലോ, ഇത് ഓരോ കറക്റ്റ് ആയിട്ട് ഞാൻ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയ ഐറ്റാണിത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് സെലക്ട് ചെയ്തിട്ട് ഇതേപോലെ ഫസ്റ്റ്ക്ക് നീക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് സ്പ്ലൈസ് പോവുക. സ്പ്ലൈസ് പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും, അതിൽ ഏത് സെലക്ട് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് ടെക്സ്റ്റ് കിട്ടുക നോക്കുക. എന്നിട്ട് സെലക്ട് ഇത് വൈറ്റ് കളർ ടെക്സ്റ്റ് ആണ്, ഇതിന്റെ ബ്ലാക്കും ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് വേണ്ട പോർഷനിൽ പിന്നെ നിങ്ങൾ ആ ടെക്സ്റ്റ് സെറ്റ് ചെയ്തിട്ട് അതിന്റെ ഈ ഒരു ഓവർലായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ടെംപ്ലേറ്റിന്റെ വോളിയം നിങ്ങളത് ഫുൾ ആക്കി കുറച്ച് കൊടുക്കുക, അല്ലാതെ ഈ രണ്ട് പാട്ടും ഒപ്പം പാടും. അപ്പൊ അത് നിങ്ങൾ കുറച്ച് കൊടുക്കണം. എന്നിട്ട് പിന്നെ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ടെക്സ്റ്റ് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. പിന്നെ എനിക്ക് ആ ഒരു പ്രിവ്യൂലായിട്ട് കാണിച്ചെന്നുള്ള വീഡിയോയിൽ ടെക്സ്റ്റ് ചില ടെക്സ്റ്റ് ഒരു സൈഡിലും ചില ടെക്സ്റ്റ് വേറെ സൈഡിലാണ്. അങ്ങനെ ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു ടെക്സ്റ്റ് ഒരു വരി കഴിഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് കഴിഞ്ഞിട്ട് മെല്ലെ മെല്ലെ ഈ വൈറ്റ് ലൈൻ കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് അടുത്ത ടെക്സ്റ്റ് വരുന്ന ഭാഗത്തേക്ക് ഞാൻ കാണിച്ചു തരാം. അതാ ഈ കഥ കേട്ട് മെല്ലെ എന്നുള്ള അവിടെ വെച്ചിട്ട് ഞാൻ ഈ ഓവർലെ വീഡിയോ സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് മിഴിയുടെ അവിടേക്ക് തുടക്കമാണ് ജസ്റ്റ് ഇതിന്റെ ഈ ഒരു പോർഷൻ ഞാൻ ഒന്നും കൂടി കട്ട് ചെയ്ത് കൊടുത്തു, ഈ ഒരു ഗ്യാപ്പ്. എന്നിട്ട് ഇത് കൊണ്ടുപോയിട്ട് വേറെ സൈഡിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഈ പാട്ട് അടിയിൽ നിന്ന് കഴിഞ്ഞിട്ട് അടുത്തത് പിന്നെ ആ സൈഡിലാണ് വരിക. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ സൈഡിലേക്ക് ഇതേപോലെ സെറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ മടിയിലൊരുക്കുള്ള ഒരു ടെക്നിക്കാണ് ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഇത് ടെക്സ്റ്റ് എങ്ങനെ മേക്ക് ചെയ്യാന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ മനസ്സിലായി ഉണ്ടാവും. പിന്നെ ഇതിലത്തെ ഒരു മെയിൻ ഘടകമാണ് ആ ഒരു യെല്ലോ ഗ്ലോ കളർ. അപ്പൊ ഇത് ഞാൻ ഇതിലേക്ക് സെറ്റ് ചെയ്തത് ക്യാപ്കട്ടിത്തെ ഒരു എഫക്റ്റ് വെച്ചിട്ടാണ്. എഫക്റ്റിൽ ഡ്രീമി ഗ്ലോ എന്നാണ് ഒരു എഫക്റ്റിന്റെ പേര്, കണ്ടല്ലോ. അപ്പൊ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് ഈ ഒരു ഫസ്റ്റത്തെ പോർഷന്റെ ഒറിജിനൽ അവസ്ഥ ഇതാണ്, കണ്ടല്ലോ. ഇതൊക്കെ ഞാൻ ആ ഡ്രീമി ഗ്ലോ ആഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാൻ ഈ വീഡിയോ എഫക്റ്റ് പോയിട്ട് മുകളിലത്തെ സെർച്ച് ബാറിൽ അവിടെ ഗ്ലോ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡ്രീമി ഗ്ലോ കിട്ടും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തിട്ട് അതിന്റെ ലെയർ നമ്മുടെ വീഡിയോന്റെ കറക്റ്റ് വീഡിയോ ഡ്യൂറേഷൻ അനുസരിച്ചിട്ട് സെറ്റ് ചെയ്തു. അഡ്ജസ്റ്റ്മെന്റ് പോവുക, എനിക്ക് വേണ്ടതനുസരിച്ചിട്ട് അതിന്റെ റേഞ്ച് സെറ്റ് ചെയ്യുക. ഗ്ലോ വേണമെന്നുണ്ടെങ്കിൽ ഗ്ലോ സെറ്റ് ചെയ്യുക. പിന്നെ സൈസ് ഉണ്ട്, കളർ ഉണ്ട്, ഫിൽറ്റർ ഉണ്ട്. അപ്പൊ അതിന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതിന് കറക്റ്റ് ആയിട്ട് നമുക്ക് ഗ്ലോ നമ്മുടെ വീഡിയോയിലേക്ക് ഇവിടെ യെല്ലോ ഗ്ലോ ആണ് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഓരോ ബാക്ക്ഗ്രൗണ്ടിന് അനുസരിച്ചിട്ടാണ് ഇപ്പൊ ഞാനിവിടെ ഓരോ ലെയറും സെറ്റ് ചെയ്തിട്ടുള്ളത്.
കണ്ടല്ലോ, ഈ ഒരു പോർഷൻ ഒറ്റ ലെയർ ആണ്, കാരണം അത് ഒരു കടൽ തീരത്തായതുകൊണ്ടാണ് അങ്ങനെ. ഇവിടെ പിന്നെ മാറി, അപ്പൊ അവിടേക്ക് സെപ്പറേറ്റ് ഇട്ട് കൊടുത്തു. അപ്പൊ ഇങ്ങനെ ഓരോ വീഡിയോക്ക് നിങ്ങൾ സെപ്പറേറ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇങ്ങനെ ഗ്ലോ കളർ സെറ്റ് ചെയ്യുക. പിന്നെ അടുത്തത് നമ്മളൊരു വീഡിയോന്റെ ഓവർലേ വീഡിയോ പ്രിവ്യൂ ആയിട്ട് കാണിച്ചിരുന്ന വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, മേലും താഴെ ചെറിയൊരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ബാർ കൊടുത്തിട്ടുള്ളത് മാസ്ക് ചെയ്തിട്ട്. അതെങ്ങനെ ചെയ്യാൻ കാണിച്ചു തരാം. ഓവർലേ സെലക്ട് ചെയ്യുക, ആഡ് ഓവർലേ കൊടുക്കുക. ഫോട്ടോയിൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഇമേജ് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക. പിന്നെ മാസ്ക് പോവുക, മാസ്കിൽ മിറർ കൊടുക്കുക, ഇൻവെർട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഇൻവെർട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടതിനനുസരിച്ചിട്ട് എത്രയാണോ നിങ്ങൾക്ക് ആ ബ്ലാക്ക് കിട്ടുന്നുണ്ട് അതനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബ്ലാക്ക് നമ്മുടെ വീഡിയോയിലേക്ക് അവിടെ കിട്ടും. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു സ്റ്റാർട്ട് വിൻഡോ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി, വീഡിയോൻ്റെ സ്റ്റാർട്ട് വിൻഡോയിലേക്ക്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്രിവ്യൂ ആയിട്ട് കാണിച്ചു എന്നുള്ള വീഡിയോ ഇവിടെ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മേക്ക് ചെയ്ത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തപ്പോൾ യൂസ്ഫുൾ ആയിട്ട് വീഡിയോസിനായി ജസ്റ്റ് നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ലാ. ഓക്കെ, ബൈ.